ഈദൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് തിരിച്ച് നേരെതാ റൂമിലെത്തി. സിന്ധു ചേച്ചി മോളെടുത്ത് പോയേക്കുവാണ്, വന്നിട്ടില്ല, നാളെ വരുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇന്ന് ഒറ്റയ്ക്ക് വേണം കുക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ എളുപ്പത്തിനുള്ള ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ മാവൊക്കെ നേരത്തെ കലക്കി വെച്ച് ശേഷം എന്താ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒറ്റയ്ക്കാവുമ്പോൾ ഇച്ചിരി ഒരു മടിയൊക്കെയാണ്, എന്നാലും വിശക്കുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നും ഹോട്ടലിൽ ഫുഡൊന്നും കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നാട്ടിലെ പോലെയല്ല, നല്ല ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എറണാകുളത്തായിരുന്നപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കൂടുതലും ഇതുപോലെ ഗോതമ്പ് ദോശ തന്നെയാണ്. അതാകുമ്പോൾ വലിയ പാടില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും മുളക് ചമ്മന്തിയും കൂടെ ആകുമ്പോൾ വയറ് നിറച്ച് കഴിക്കാനും പറ്റും. ഈ ദോശയൊക്കെ മറിച്ചിടുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കൊന്നും അറിയില്ലാന്ന്. അതെങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഉടനെ തന്നെ നല്ലൊരു കുക്കാവും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ദോശയും ചുട്ട് ഇന്നലെ ബാക്കി വന്ന ബിരിയാണിയുമായി ഞാൻ കഴിക്കാനിരിക്കുകയാണ്. ആരുമില്ല, ഒറ്റയ്ക്ക് കഴിക്കാനേ. ഇത്രയും ദിവസം സിന്ധു ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ആ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ വീട്ടിലെ ഓർമ്മകളും വീട്ടിലെല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കുന്നതും അങ്ങനെയൊക്കെ ഓരോരോ ഓർമ്മകൾ വന്നു. വിഷമമുണ്ടെങ്കിലും ഇനി ഇതാണ് എൻ്റെ ജീവിതം എന്ന് ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പഠിപ്പിച്ച് അങ്ങനെ അങ്ങ് ജീവിക്കാൻ പോവുകയാണ്. എറണാകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴും ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലെങ്കിലും വീട്ടുകാരെ കാണാമെന്നുള്ളൊരു അവസരമുണ്ട്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ ലീവെടുത്ത് വീട്ടിൽ പോകാറുണ്ട്. പക്ഷെ അതുപോലെയല്ലല്ലോ ഇവിടെ. ഇനി അവരെ കാണണമെങ്കിൽ കുറച്ചധികം കാത്തിരിക്കണം. വിഷമങ്ങൾ പറഞ്ഞ് വീഡിയോ ബോറാക്കുന്നില്ല. സമയം 10:30 ആയി. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, നിങ്ങൾ ഉറങ്ങിയല്ലേ?